യാ അപ്പോൾ അങ്ങനെ ഫാൻറ്റാസ്റ്റിക് ഫോർ കണ്ടിട്ട് വന്നേക്കാണ്. ഇന്നല്ല കണ്ടത്, ഇന്നലെ ആയിരുന്നു 25th കണ്ടത്. ബട്ട് ഇന്നലെ നൈറ്റായി തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ലേറ്റായി പോയി. ഐ എം സോറി ഗൈസ്. റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ ഫിലിം കണ്ട തിയേറ്റർ ഭയങ്കര മോശമായിരുന്നു. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, സൂപ്പർമാൻ, അതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്, കണ്ട തിയേറ്റർ ഒരു സുഖമില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് ഓക്കെ ഇത് ഫസ്റ്റ് ഷോ പോയി കണ്ടുകൊണ്ടായിരിക്കും, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ വിട്ടു. പക്ഷേ ഇതും കാണാൻ പോയപ്പോഴും ഇന്നലെ ഇതേ ഒരു എക്സ്പീരിയൻസാണ് എനിക്കുണ്ടായത്. പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറഞ്ഞു പോവുകയാണ്. ഇത് നമ്മുടെ എറണാകുളത്ത് ഞാൻ സെൻട്രൽ സ്ക്വയറിലെ സിനിപോളിസിലാണ് ഞാൻ കാണാൻ പോയത്. അവിടെ നിന്നുള്ളൊരു ബാഡ് എക്സ്പീരിയൻസാണ്. 4:10 ഷോയ്ക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. 4:10 ഷോയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. ബട്ട് ഞങ്ങളവിടെ 4 മണിക്ക് എത്തിയെങ്കിലും നമ്മൾ 4:15 4:20 എന്നിട്ടും തിയേറ്റർ സ്ക്രീൻ മണ്ണിലാണ് അത് സിനിമ ഓടുന്നത്. പക്ഷേ അത് തിയേറ്റർ തുറന്നിട്ടില്ല. നമ്മളവിടെ കുറേ പേര് അതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ്, ഇതുവരെ തിയേറ്റർ ഓപ്പൺ ആക്കിയിട്ടില്ല. എന്നിട്ട് നമ്മൾ അവരോട് പോയി ചോദിച്ചപ്പോഴാണ് അത് സ്ക്രീൻ 6 മാറ്റിയെന്ന് അവർ പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു മര്യാദ കാണിക്കുക, അതായത് ഇതിന് ബുക്ക് ചെയ്ത ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് പറയുമോ ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും, ഇല്ലെങ്കിൽ എല്ലാ സ്ക്രീനിൻ്റെ മുമ്പിൽ ഒരു ഡിസ്പ്ലേ പോലെ ഉണ്ടാവും, അതിലെങ്കിലും കാണിക്കുക. ഒന്നിലും കാണിച്ചില്ല. നമ്മൾ അങ്ങോട്ട് നിന്ന് ചോദിച്ചപ്പോഴാണ് ഇത് സ്ക്രീൻ 6 മാറ്റിയെന്ന് നമ്മൾ അറിയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അത് സ്ക്രീൻ 6 മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി സ്ക്രീൻ 6 കയറി ഇരുന്നു. 4:30 സിനിമ തുടങ്ങിയത്. 4:10 ഷോ എന്ന് പറഞ്ഞിട്ട് 4:30 സിനിമ തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ കുറേ ടൈം പോയി. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തിനാണ് തിയേറ്ററിൽ പോകുന്നത്, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ, ആ ഒരു അത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പോഴും പിന്നെ ആ ഒരു സൗണ്ട് എഫക്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. പക്ഷേ സ്ക്രീൻ ഭയങ്കര പഴയതായതുപോലെ തോന്നി. അത് പക്ഷെ അത്ര ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മെയിൻ ഇഷ്യൂ ആയത് അതിൻ്റെ സൗണ്ടാണ്. നമ്മൾ ഈ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അങ്ങനെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. സ്ക്രീനിൻ്റെ ബാക്കിൽ നിന്നുള്ള സ്പീക്കേഴ്സ് മാത്രമേ വർക്ക് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നത്. വേറെ ചുറ്റുമുള്ള ഒറ്റ സ്പീക്കറും വർക്ക് ചെയ്യാത്ത പോലെ തോന്നി. ഒരു സൗണ്ടും ഉണ്ടായില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫിലിം കാണുമ്പോൾ അതിലെ ഓരോരോ വിഷ്വൽസ് നമ്മൾ നല്ല ആ ഒരു എക്സ്പീരിയൻസോടെ കേൾക്കാൻ പറ്റിയില്ല. ഭയങ്കര വോളിയം കുറഞ്ഞായിരുന്നു അതിൻ്റെ ഇരുന്ന്. എന്നിട്ട് നമ്മളത് ആൾക്കാരെ പറഞ്ഞു, സൗണ്ട് കൂട്ടാൻ പറഞ്ഞിട്ടും അവർ ഒന്നും ചെയ്തില്ല. ഒരു 15 മിനിറ്റ് അവരങ്ങനെ തന്നെ ഓടിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബാക്ക് എടുത്ത് ആദ്യം തൊട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചോദിച്ചു ഓക്കെ സൗണ്ടിൻ്റെ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. ബട്ട് ആദ്യം തൊട്ട് പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടും അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായില്ല, അതേ സെയിം സൗണ്ട് ലെവൽ. അങ്ങനെ ആ ഒരു സൗണ്ടിൽ തന്നെ നമ്മൾ ഫുൾ പടവും കണ്ടു തീർത്തു. എന്നിട്ട് ഹാഫ് ടൈമായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവരോട് പറയുകയും ചെയ്തു സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും അതൊന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞ് അവർ ഓക്കെ പറഞ്ഞ് പോയിട്ടും ഹാഫ് ടൈം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ സൗണ്ടിന് ഒരു വ്യത്യാസവും ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് രണ്ടാമത്തെ തവണയാണ് ഇതിപ്പോൾ കിട്ടുന്നത്. ഓക്കെ, നമുക്കത് വിടാം. നമുക്ക് നമ്മുടെ ഫിലിമിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഫിലിം ഒരു അടിപൊളി ഫിലിമായിരുന്നു. ലൈക്ക് നമ്മുടെ പണ്ടത്തെ അവഞ്ചേഴ്സിൻ്റെ ഒക്കെ പടം പോലെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊന്നും പറയാനില്ല, എന്നാൽ നമ്മുടെ തണ്ടർബോൾട്സ് ഒക്കെ പോലെ ഒരു ഡീസൻറ്റ് മൂവി എന്ന് വേണം പറയാം. ഇതിലെ കാസ്റ്റിംഗ് ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്രോ പാസ്കലിൻ്റെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളി എനിക്ക് ശരിക്കും അതായിട്ട് മാച്ച് ആയതുപോലെ എനിക്ക് തോന്നി. ഇതിൽ എനിക്കൊന്ന് മാർവൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തത് ഫാമിലി സൈഡിലേക്കാണ്. ആ ഒരു മാർവൽ ആദ്യത്തെ സൂപ്പർ ഹീറോ ഫാമിലിയാണ്. സോ അതിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഒരു ആക്ഷൻ പാക്ഡ് ഫിലിം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. എന്നാൽ ആക്ഷൻ ഉണ്ടോ? ഉണ്ട്. അതായത് എല്ലാം വേഗം കാണിക്കുകയാണ്. ആക്ഷൻ ആണെങ്കിലും ഇമോഷണൽ സീൻസ് ആണെങ്കിലും എല്ലാം ലൈക്ക് സ്പീഡിൽ അവർ കാണിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നു മാർവലിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും റൺ ടൈം കുറഞ്ഞ സിനിമയാണ്. ഇതെന്തോ 1 മണിക്കൂർ 50 മിനിറ്റോ അങ്ങനെ 2 മണിക്കൂർ തികച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഫ്കോഴ്സ് വേഗം കഴിഞ്ഞ പോലെ തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ഗലാക്ടസിൻ്റെ ആ സീൻസാണ് എനിക്ക് ശരിക്കും നമ്മുടെ ആ ഒരു ഗലാക്ടസിൻ്റെ ആ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല. ഒരു കുറച്ച് വീക്കായതുപോലെ എനിക്ക് തോന്നി ഗലാക്ടസ്. ബട്ട്
ഞാൻ കോമിക്സ് വായിച്ചിട്ടില്ല, ബട്ട് ഇതിന് മുമ്പത്തെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പത്തെ ഏത് നമ്മുടെ ക്രിസ് എവൻസൊക്കെ ഹ്യൂമൻ ടോർച്ച് ആയിട്ടുള്ള ആ 2 പടവും പിന്നെ അതിന് ശേഷം മാറുന്നൊരു റീബൂട്ട് കിടന്നല്ലോ, അതും പിന്നെ ഇതും, അങ്ങനെ 4 പടവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് 3 കമ്പയർ ചെയ്യുമ്പോൾ ഈ 4മത്തെയാണ് നല്ലത്, അത് എനിക്ക് പറയാൻ പറ്റും. ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നണ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, ഇതിൽ എർത്ത് വേറൊരു ഇതിലേക്ക് ടെലിപ്പോർട്ട് ആ ഭാഗമൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും കോമഡി ആയിട്ട് തോന്നി. സിനിമയാണ്, ലോജിക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ ആ ലോജിക്ക് നോക്കാതിരിക്കണേലും ഇല്ലടാ ഒരു ലോജിക്ക്. അങ്ങനെ എനിക്ക് ഒരു പ്ലാനറ്റ് ഫുള്ള് ടെലിപ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലുക, അതൊക്കെ എന്താ പറയുക, ഭയങ്കരമായിട്ട് അവരതിലേക്കൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഇത് ഞാൻ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യല്ല, പക്ഷേ നമ്മുടെ ഗാലക്സിയിലുള്ള കാര്യമല്ല, നമ്മുടെ ഗാലക്സിയിലെ എല്ലാ കാൽക്കുലേഷനും അല്ല വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ അങ്ങനെയൊക്കെ ആ സൈഡിലേക്ക് ഞാൻ പോകണില്ല, ബോറടിപ്പിക്കണില്ല. എന്തോ ആ ഭാഗമൊക്കെ ശരിക്കും കോമഡി ആയിട്ട് തോന്നി. പിന്നെ ഇത് അവർ ആ ഒരു വേൾഡ് സെറ്റപ്പ് ചെയ്ത രീതി, അതായത് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലിലാണ് അവർ സെറ്റപ്പ് ചെയ്തത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല വൃത്തിയായിട്ട് അവരത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം ഇതിൻ്റെ മിഡ് ക്രെഡിറ്റ് സീനാണ്. ഇതിന് മിഡ് ക്രെഡിറ്റ് സീനും ഉണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ക്രെഡിറ്റ്സ് വരുമ്പോൾ തന്നെ പോയാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം എന്നുള്ള രീതിയാണ്. പക്ഷെ മിഡ് ക്രെഡിറ്റ് സീൻ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. നമ്മുടെ അവഞ്ചേഴ്സ്, ഡൂംസ് ഇനി വരാൻ പോണ ഫിലിംസായിട്ട് കണക്റ്റഡ് ആണ്, എന്താണെന്ന് ഞാൻ പറയാനുള്ളത്. നിങ്ങൾ അത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ വന്നപ്പോഴാണ് തിയേറ്റർ ഫുൾ ഓൺ ആയതുപോലെ എനിക്ക് തോന്നിയത്. ചെറിയൊരു സീനാണ്, എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ ഇത് കാണിക്കുന്നത് 4-5 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. ബട്ട് ആ ഒരു ഫിലിം ആദ്യം തൊട്ട് കണ്ടപ്പോൾ തൊട്ട് ഇതുവരെ ഇല്ലാത്ത ആ ഒരു എനർജി നമുക്ക് ഓഡിയൻസിന് ഉണ്ടായി, അത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മിഡ് ക്രെഡിറ്റ് സീൻ മിസ് ചെയ്യാതെ കാണുക. ഗൈസ്, ഐ എം റിയലി സോറി ഗൈസ്, ഇവിടെ നല്ല അടിപൊളി മഴയാണ്, പിന്നെ ലൈറ്റും പോയി, അപ്പോൾ സൗണ്ടിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മുടെ സിൽവർ സർഫർ, ഈ ഒരു പടത്തിൽ എനിക്ക് മുമ്പ് ക്രിസ് എവൻസിൻ്റെ ഒക്കെ പടത്തിലെ ഒരു സിൽവർ സർഫറില്ലേ, അതെനിക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് മോശമാണെന്നല്ല, നല്ല രീതിയിൽ ആ ഒരു നടി പേരെനിക്കറിയില്ല പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ VFXൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ ഒടുക്കത്താവാനായിട്ടൊരു മഴ എന്തായാലും VFXൻ്റെ സൈഡ് പറയാനാണെങ്കിൽ എല്ലാം ഓക്കെ ആയിരുന്നു ഗൈസ്. ബട്ട് ചില സ്ഥലത്ത്, അതായത് ആ ഒരു കൊച്ചിൻ്റെ ചില സ്ഥലത്തുള്ള VFX ഭയങ്കരമായിട്ട് അൺറിയലായിട്ട് തോന്നി. ചില സ്ഥലത്ത് ശരിക്കുള്ള കൊച്ച്, ചില സ്ഥലത്ത് നമുക്ക് CG ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് കുറച്ച് വിയേഡായിട്ട് തോന്നി. വേറെ ഗലാക്ടസിൻ്റെ ഒക്കെ ആ ഒരു VFX ആണെങ്കിലും ആ സ്കെയിലാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതെല്ലാം കോമഡീസ് ആണെങ്കിലും ക്രിഞ്ച് കോമഡി ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്, ആവശ്യത്തിന് നല്ല ഡീസൻറ്റ് കോമഡിയാണ്. എല്ലാം ഒരുപാട് കോമഡി ഇട്ട് വെറുപ്പിച്ചിട്ടില്ല, സീരിയസ് ആവേണ്ട സൈഡിൽ അവർ സീരിയസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫിലിമിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് കാരണം ഈ ഒരു ഫിലിം നല്ലൊരു ഡീസൻറ്റ് മൂവി ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എനിക്ക് ഇതിന് ലൈക്ക് ഇത് മാത്രം അല്ലാതെ ഓഫ്കോഴ്സ് ഡൂംസ്ഡേയിലും ഇനി വരാൻ പോണ ഫിലിമിലൊക്കെ ഇവരുടെ ഒരു പാർട്ടുണ്ടാവും, ബട്ട് ഇവരുടെ ഒരു 4 പേരുടെ മാത്രമായിട്ട് ഇല്ലെങ്കിൽ 5 പേരുടെ മാത്രമായിട്ടൊരു മൂവി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക, കാണാത്തവരാണെങ്കിൽ പോയി കാണുക, തീർച്ചയായിട്ടും പോയി കാണുക, നല്ല മൂവിയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി വേറൊരു മൂവി ആയിട്ട് അത് പോയി കണ്ടിട്ട് റിവ്യൂ ആയിട്ട് വരാൻ പറ്റും.